ഒന്നാമതായി കോട്ടയത്ത് നിന്നും വന്നിരിക്കുന്ന കുഞ്ഞനാമ. സൗന്ദര്യകലയിലും പാചകകലയിലും വാചകകലയിലും സജീവമായിരിക്കുന്ന കുഞ്ഞനാമ. അതോടൊപ്പം തന്നെ സേവികാ സംഘത്തിന്റെ ശാഖ സെന്റർ തലത്തിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞനാമയെ നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. പാലായിൽ നിന്നുള്ള പവിത്രമാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഗണ്യമാകാതെ സൺഡേ സ്കൂൾ അധ്യാപികയായും അതോടൊപ്പം സേവികാ സംഘത്തിന്റെ ശാഖ സെന്റർ തലത്തിൽ പ്രവർത്തിക്കുന്ന പവിത്രാമയെ നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. കുമിളിയിൽ നിന്നും വന്ന കുഞ്ഞന് കാണുന്ന പോലൊന്നുമല്ല, മിടുക്കിയാണ്. സേവികാ സംഘത്തിലും സേവികാ സംഘ കൊയറിലും സജീവമായി പ്രവർത്തിക്കുന്ന കുഞ്ഞമ്മയെ നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. മലപ്പള്ളിയിൽ നിന്ന് വന്ന മറിയാമ്മ ആളൊരു മിടുക്കിയാണ്. എല്ലാ കാര്യത്തിലും ഒരു നൃത്തകാരത്തിയെ പോലെ പ്രവർത്തിക്കുന്ന മറിയാമ്മ വേദപുസ്തക പാരായണത്തിലും സേവികാ സംഘത്തിലും സജീവമായി പ്രവർത്തിക്കുന്ന മറിയാമ്മയെ നല്ലൊരു കൈയടിയോടുകൂടി സ്വാഗതം ചെയ്യും. കൊട്ടാരക്കരയിൽ നിന്നും വന്ന കുട്ടിയമ്മ ചെന്നൈയിലെ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്നിരിക്കുന്നു. ശിഷ്ടകാലം സേവികാ സംഘ പ്രവർത്തനങ്ങൾ കൂടി ആനന്ദം കണ്ടെത്തുന്ന കൊട്ടാരക്കരയിൽ നിന്നും വന്നിരിക്കുന്ന കുട്ടിയമ്മയെ നല്ലൊരു കൈയടിയോടുകൂടി സ്വാഗതം ചെയ്യുന്നു. എറണാകുളത്ത് നിന്നും വന്ന ഏലിയാമ്മ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ സ്വയം ചുമലിലേറ്റി അതോടൊപ്പം സേവികാ സംഘ പ്രവർത്തനവും സേവികാ സംഘ കൊയറിലും പ്രവർത്തിക്കുന്ന എറണാകുളത്ത് നിന്നും വന്ന ഏലിയാമ്മയെ നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യും. ചിറ്റാറിൽ നിന്നും വന്നിരിക്കുന്ന ചിന്നമ്മ പ്രായത്തിന്റെ ബലഹീനതകളെ വകവയ്ക്കാതെ പിടിക്കിയായി ശിഷ്ടകാലം സേവികാ സംഘത്തിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ച ചിറ്റാറിൽ നിന്ന് വന്ന ചിന്നമ്മയെ നല്ലൊരു കൈയടിയോടുകൂടി സ്വാഗതം ചെയ്യും. തിരുവല്ലയിൽ നിന്നും വന്നിരിക്കുന്ന തെയ്യാമ്മ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ കണക്കിലെടുക്കാതെ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി സേവികാ സംഘ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന തെയ്യാമ്മയെ നല്ലൊരു കൈയടിയോടുകൂടി സ്വാഗതം ചെയ്യും. നമുക്കെല്ലാവർക്കും ഈ അമ്മാമ്മമാരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞാലോ? അമ്മാമ്മമാരെ, നിങ്ങളുടെ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അത് കഷ്ടമായി.